തൻ്റെ ജീവിതത്തിൽ പൈലറ്റാവുക എന്നുള്ളൊരാഗ്രഹം വെച്ചിട്ട് ജുമാന മോൾ 10ാം ക്ലാസ്സിൽ നിന്ന് തൻ്റെ രക്ഷിതാക്കളോട് ആവശ്യം പ്രകടിപ്പിക്കുകയും രക്ഷിതാക്കൾ മുന്നോട്ട് പഠിച്ചോ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണിക്കും എന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യുകയും 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 കഴിഞ്ഞതിന് ശേഷം അവൾ പൈലറ്റിൻ്റെ 6 മാസത്തെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിലൊക്കെ ഉന്നത വിജയം നേടി. ചെറുപ്പം തൊട്ടേ ഉള്ള അവളുടെ ഈ ഒരു ആഗ്രഹം വീട്ടിൽ പറഞ്ഞാൽ എന്താകും എന്ന് അവളെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമുണ്ടായിരുന്നു. എങ്കിലും അവൾ രക്ഷിതാക്കളോട് പറഞ്ഞ് അവൾക്ക് ആ ഒരു ആഗ്രഹം നേടിയെടുക്കുക എന്നുള്ളത് അവളെ ഒരു ലക്ഷ്യമായിരുന്നു. അങ്ങനെ അവൾ ഇപ്പോൾ CPL ലൈസൻസ് വാങ്ങി അവൾ ഇപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 200 അവേഴ്സിൽ 7 അവർ വിമാനം പറത്തി. ഇനി ബാക്കിയുള്ള മണിക്കൂറുകൾ അവൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതും കൂടെ അവൾ കംപ്ലീറ്റ് ചെയ്യാനും അവൾക്ക് നല്ല ഉയർന്ന നിലയിലെത്താനും ആ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ, അതായത് അവളുടെ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് എല്ലാം ഒന്ന് നല്ല നിലയിലെത്താനും നമ്മൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. വീട്ടിലിപ്പോൾ അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ്. സമ്മാനങ്ങളും ക്യാഷ് അവാർഡുകളും എല്ലാം അവളെ തേടി വരികയാണ്. ഈ പൊന്നുമോൾക്ക് എല്ലാവിധ ആശംസകളും നമുക്ക് നേരാം. 19 വയസ്സുകാരിയായ ഈ ജുമാനമോൾ പറയുന്നത്, നമ്മുടെ ആഗ്രഹത്തിൻ്റെ പിന്നാലെ നമ്മൾ പോവണം. ആഗ്രഹിക്കാത്ത, നമുക്കിഷ്ടപ്പെടാത്ത ജോലിയിലേക്ക് നമ്മൾ പോവുകയല്ല വേണ്ടത് എന്ന്. ചെറുപ്പം തൊട്ടേ മോക്ക് ആഗ്രഹമായിരുന്നു, ആകാശത്തിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു, എനിക്കൊരു പൈലറ്റായാൽ എന്താ എന്ന് വിചാരിക്കുമായിരുന്നു. ബാപ്പ ഉസ്താദായതിൻ്റെ പേരിൽ ഇത് നടക്കുമോ എന്ന് അവൾക്കൊരു പേടിയുണ്ടായിരുന്നു. എങ്കിലും ആ ഒരു ആഗ്രഹം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മുടെ പൊന്നുമോള്. ഒരുപാട് മൊമെൻറ്റോകളും സമ്മാനങ്ങളും ഒക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവളുടെ നാട്ടിൽ അവൾക്ക് ഒരു സ്വീകരണമുണ്ടായിരുന്നു. അവളെ നാട്ടിൽ തന്നെ CH സെൻറ്ററിൻ്റെ അതിൽ നിന്നുമുള്ള കുറച്ച് ഭാഗങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മക്കൾ പഠിക്കുക, പഠിച്ച് വളരുക എന്നുള്ളത് നമ്മുടെ ഓരോ രക്ഷിതാക്കളുടെയും ഒരു ആഗ്രഹമാണല്ലോ അല്ലേ. ഈ മോളുടെ പിന്നിലെ മാതാപിതാക്കളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഈ മോൾ ഈ ഒരു നിലയിലെത്തിയത്. ജുമാനയെ നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് സ്വീകരിക്കാം. അസ്സലാമു അലൈക്കും. വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ ഞാൻ പഠിച്ച ഒഴുകൂരിൽ തന്നെ ഇങ്ങനെ ഒരു വേദിയിൽ ഉപന്യാസത്തിന് മുന്നിലൊക്കെ നിൽക്കാൻ ഞാൻ വളരെയധികം സന്തോഷമാണ്. എനിക്ക് ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ CH സെൻ്റർ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ രോഗികളെ എല്ലാവരെയും ചികിത്സിക്കുന്ന ഒരു സെൻ്ററാണ്. ഭാവിയിലും ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. പിന്നെ ഞാനൊരു ജസ്റ്റ് പാട്ട് പാടിയിട്ട് ഒന്ന് അവസാനിപ്പിക്കാം. ഇലാഹായ പൂരാനോട് ഈരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായ ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. ഇലാഹായ പൂരാനോട് ഈരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായ ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. പിന്നെ വേറെ ഒരു പാട്ടും കൂടെ പാടാം. ഹജ്ജിന്റെ രാവിലെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എല്ലാവരും കേട്ടിട്ടുണ്ടാ? എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്.
ഹജ്ജിന്റെ രാവിൽ കഅബം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുവർഗത്തിൻ വാതിൽ കണ്ട് ജന്നത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗൽ കൗസർ കുടിക്കുവാൻ എനിക്ക് ദാഹം ഹജ്ജിന്റെ രാവിൽ കഅബം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുവർഗത്തിൻ വാതിൽ കണ്ട് ജന്നത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗൽ കൗസർ കുടിക്കുവാൻ എനിക്ക് ദാഹം. ഈ CH സെന്ററിനോട് വളരെയധികം താങ്ക് യു ഉണ്ട്. എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ എനിക്ക് അവാർഡ് ഒക്കെ തന്നതിലും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി കൃഷിയെ ക്ഷണിക്കുന്നു.